അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയരെ, നബിദിനാഘോഷത്തിന്റെ ഈ വേദിയിൽ ചില സുപ്രധാന വിഷയങ്ങൾ നമുക്ക് സംവദിക്കാം. യുദ്ധം മനുഷ്യരാശിയെ വിയർപ്പിക്കാനും വിറപ്പിക്കാനും തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഈ സമയത്തും ഫലസ്തീനിലും യുക്രൈനിലും യുദ്ധക്കെടുതികളാൽ ജനകോടികൾ പൊറുതിമുട്ടുകയാണ്. എത്ര ദശാബ്ദങ്ങൾ പിന്നിട്ടാലും ഏറെ നടുക്കത്തോടെ ഓർമ്മകളിൽ ഇരമ്പിയെത്തുന്നവരാണ് ഹിരോഷിമയും നാഗസാക്കിയും. 1 ലക്ഷത്തോളം പേർ തൽക്ഷണം നിഷ്കാസനം ചെയ്യപ്പെടുകയും 1.5 ലക്ഷത്തോളം പേർ റേഡിയേഷന്റെ പ്രത്യാഘാത മൂലം ഇഞ്ചിഞ്ചായി മൃതിയടയുകയും ചെയ്ത ഹിരോഷിമ ബോംബിംഗ് എന്ത് സമാധാനമാണ് സമ്മാനിച്ചത്. 4630 കിലോഗ്രാം ഭാരവും 3.5 മീറ്റർ നീളവും വരുന്ന ഫാറ്റ്മാൻ അന്ന് നാഗസാക്കിയിൽ പതിച്ചപ്പോൾ 3 ലക്ഷത്തോളം മനുഷ്യജീവന്റെ തുടിപ്പുകളാണ് നിലച്ചത്. മാത്രമല്ല, അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിക്കുകയാണ്. 37 മില്യൺ മനുഷ്യർ മരിച്ചു വീണ 1ാം ലോക മഹായുദ്ധവും 72 ദശലക്ഷം പേരുടെ നീനം ചീന്തിയ 2ാം ലോക മഹായുദ്ധവും സമാധാനത്തിന്റെ ഏതു വെള്ളരിപ്രാവിനെയാണ് പറത്തിയത്. യുദ്ധം സമാധാനം ഉണ്ടാക്കുകയല്ല, മറിച്ച് മാനവകുലത്തിന്റെയും പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥക്കും സ്വസ്ഥതക്കും ഭംഗം വരുത്തുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ അധികാര മേധാവിത്വം അരക്കെട്ടുറപ്പിക്കാനും പൗരന്മാരെ എച്ചൽ പഠിക്ക് നിർത്താനും സാമ്രാജ്യത്വം യുദ്ധത്തെ ഉപയോഗിക്കുന്ന മലീമസമായ കാഴ്ചയാണ് നാം കാണുന്നത്. അതിലുപരി വൻതോതിലുള്ള ആയുധ വിപണിയിലൂടെ തങ്ങളുടെ സാമ്പത്തിക നേട്ടമാണ് പല ഭരണകൂടങ്ങളും ലക്ഷ്യമാക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള യുദ്ധകൊതിയന്മാരാണ് മിക്ക സംഘർഷങ്ങളുടെയും പിന്നിലെ ദുഷ്ടലാക്കുകാർ. ദേശീയതയുടെയും രാജ്യസുരക്ഷയുടെയും പേരിൽ മറ്റ് രാജ്യങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ സാമ്രാജ്യത്വം ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ്. പശ്ചിമേഷ്യയുടെയും ഇറാനിന്റെയും നീലാകാശത്ത് ഉരുണ്ടുകൂടുന്ന പുതുയുദ്ധത്തിന്റെ കാർമേഘങ്ങൾ സൃഷ്ടിക്കുന്ന അലോസരം ചെറുതല്ല. യുദ്ധം വരുത്തിവെക്കുന്നത് നഷ്ടങ്ങളുടെ കുംഭാരങ്ങളാണ്. പാവപ്പെട്ട ഗസയുടെ തെരുവീതികളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിക്കുമ്പോൾ എത്ര പിഞ്ചോമനകളാണ് ഓരോ നിമിഷവും വെടിയുണ്ടകൾക്കിരയാവുന്നത്. മൃതിയടങ്ങുന്നവരുടെ അക്കക്കണക്കുകൾക്കപ്പുറം അംഗവിച്ഛേദം സംഭവിച്ച ആയിരങ്ങളുടെ അർത്ഥനാഥങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നിലംപരിശായ ഭവനങ്ങളിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി നരകതുല്യമായ ജീവിതം നയിക്കുന്നവർ, അന്നവും അറിവും മുറിവിനുള്ള മരുന്ന് നിഷേധിക്കപ്പെട്ട് തെരുവിലലയുന്ന ബാല്യകുമാരങ്ങൾ, യുദ്ധങ്ങൾ ബാക്കി വെക്കുന്ന നശങ്ങളിൽ മുഖ്യമാണ് ഭക്ഷ്യക്ഷാമം. ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ മുമ്പ് ആഗോളതലത്തിലെ കൊടും പട്ടിണിയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ 135 മില്യൺ ആളുകളാണെങ്കിൽ ഇന്ന് അത് 276 ആയി ഉയർന്നിട്ടുണ്ട്. യുദ്ധകഥകന്മാരായ രാഷ്ട്ര നേതാക്കളോടും രാജ്യങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ലിയോ ടോൾസ്റ്റോയുടെ വരികളിൽ അതിങ്ങനെ വായിക്കാം: യുദ്ധം മത്സരത്തിന്റെയും പരസ്പര ശത്രുതയുടെയും കശാപ്പിന്റെയും അവസ്ഥയാണ്. അതിനെ സഹോദര്യത്തിന്റെ ആശയവുമായി ബന്ധപ്പെടുത്തുക എന്നത് അസാധ്യമാണ്. മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനത്തിന്റെ ഗീതം മുഴക്കേണ്ടത് യുദ്ധത്തിലൂടെയല്ല. സമൂഹ തിന്മകൾക്ക് സംഘർഷമല്ല പരിഹാരം. നമ്മുടെ പ്രിയ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും രാഷ്ട്രപിതാവ് ഗാന്ധിജിയും നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങുമെല്ലാം രക്തരഹിത വിപ്ലവത്തിന്റെ മികച്ച മാതൃകകളാണ് ലോകത്തിന് പകർന്നത്. അതിലുപരി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു: മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. എത്ര മഹത്തരമാണ് ഖുർആനിന്റെ ബോധനം. യുദ്ധരഹിതവും സമാധാനപൂർണവുമായ നല്ല നാളുകൾ സാർത്ഥകമാക്കാൻ നമുക്കേവർക്കും സ്വപ്നങ്ങൾ നെയ്യാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.